ലൈഫ് ബാലൻസിൽ ഏറ്റവും പ്രധാനമാണ് ഡെലിഗേഷൻ. കുറേ ജോലികൾ വീട്ടിലുള്ളവർ ചെയ്യാൻ തയ്യാറാകണം. അവർ തയ്യാറാവില്ല, കാരണം ചെയ്യാതിരിക്കുന്നതാണ് സുഖം. വീട്ടിലെ ജോലി അത്ര ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. തുണി അലക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, നോബഡി വാണ്ട്സ് ടു ഡു ഇറ്റ്. അപ്പോൾ ഒരു ലേഡി എന്നോട് പറഞ്ഞതാണ്, അതായത് സച്ച് എ താങ്ക്ലെസ് ജോബ് എന്നാണ് ഈ കുക്കിങ്, ക്ലീനിങ്. ഇത് ആർക്കും ചെയ്യാൻ ഇഷ്ടമില്ല. ഇത് അപ്പം നമ്മൾ ചെയ്യും, ചെയ്യാതിരിക്കുമ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് വെക്കണം കുറേ. പക്ഷേ ഇപ്പം നമ്മളെവിടെയെങ്കിലും ഒരു ട്രെയിനിങ്ങിന് പോകുന്നു, പലരും പോവില്ല വീട്ടിലെ കാര്യം ഓർത്തിട്ട്. പോയാൽ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചൊക്കെ പോവും. ഞാൻ പറയണത് ഉണ്ടാക്കി വെക്കണ്ട, അവരുണ്ടാക്കിക്കോളും. 2 തവണ മാറി നിന്ന് കഴിഞ്ഞാൽ ഓക്കെ ആകും. പക്ഷെ ആ 2 തവണ മാറി നിൽക്കണ്ടേ? അപ്പോൾ കുറേ നമ്മുടെ ഒരു കുഴപ്പമുണ്ട് അതിനകത്ത്. ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്രശ്വാസം വലിച്ച് ബാലൻസ് ചെയ്യലല്ല, അവിടെ നമ്മൾ ബുദ്ധിപരമായിട്ട് എടുക്കേണ്ട ചില രീതികളുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ കട്ടായിട്ട് നമ്മൾ പറയുകയും ചെയ്യാം. ഞാൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് വീട്ടിലെ, എനിക്ക് ഇത്രയും നന്നാകാനേ പറ്റൂ. ആളുകൾ ഭയങ്കര ഡിമാൻഡിങ് ആകുമ്പോഴേ, പക്ഷെ ഭാഗ്യവശാൽ അതുകൊണ്ട് ആരും ഡിമാൻഡിങ് അല്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ മകനായാലും മകളായാലും ചിലർക്ക് അമ്മ എന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് ഒരു വീട്ടിലെ സപ്പോർട്ടിന് ആളുണ്ടായിരുന്നു. അതും ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് സാലറി ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ സപ്പോർട്ടിന് ആളെ വെക്കാം. അപ്പോഴും ചിലർക്ക് മെൻ്റൽ ബ്ലോക്ക് ഉണ്ട്. അതെ, ഞാൻ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. അത് സൂപ്പർ വുമൺ കോംപ്ലക്സ് ആണ്. പാചകം ഞാൻ തന്നെ ചെയ്യണം, എൻ്റെ കൈ വന്നാലേ. ഇതൊക്കെ നമ്മൾ പറിച്ചെറിഞ്ഞ് കളയണം. നമ്മുടെ കൈ വന്നാൽ മാത്രമല്ല ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ. അപ്പം എനിക്കൊരു ജോലിക്കാരി അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോനുണ്ടല്ലോ, ഈ ജോലിക്കാരി വരാത്ത ദിവസം മോനാകുലപ്പെടേണ്ട കാര്യമില്ല, അമ്മയുണ്ടല്ലോ. പക്ഷെ അവൻ എന്നോട് പറയുമായിരുന്നു, അയ്യോ ഒന്ന് ജോലിക്കാരി വന്നിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അതായത് അമ്മയെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് കണ്ടിട്ടേ ഇല്ല. അതിൻ്റെ കാരണം എന്താ, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു സൂപ്പർ മദർ. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് എന്നോട് ചിലപ്പോൾ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു അമ്മയാകാൻ, ഇങ്ങനെ ഒരു സ്ത്രീയാകാനുള്ള ഒരു പൊസിഷനിലൊക്കെ വരാനുള്ള ഒരു കാരണം അതുകൊണ്ട് കൂടിയാണ്. നമ്മൾ ആ എക്സ്ട്രാ ചെയ്യണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏത് ജോലി സ്ഥലത്തും കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആർ യു ഡൂയിങ് സംതിങ് എക്സ്ട്രാ. ഈ എക്സ്ട്രാ ചെയ്യണമെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസിൽ ബാലൻസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് എടുക്കരുത്. ദാറ്റ് ഷുഡ് ബി ഷെയർഡ്. ഇതുപോലെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഫേർട്ട് ഇടണമെന്ന് പറഞ്ഞ പോലെ ഡെലിഗേറ്റ് ചെയ്യാനൊക്കെ ആദ്യം എഫേർട്ട് ഇടേണ്ടി വരും. അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നമുക്ക് ഡിസ്പ്ലഷർ ഉണ്ടായാൽ സഹിക്കില്ല, മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അങ്ങനെ നമ്മൾ മക്കളുടെ സകല തോന്നിയവാസങ്ങൾ എന്ന് പറയുമോ അതിന്, അമ്മ തന്നെ ഇതൊക്കെ ചെയ്യണം, അത് അവരും കൂടി അവരെ കൊണ്ട് അത് ചെയ്യിക്കണം.